മനസ്സിൽ പെയ്തിറങ്ങും മഴയെന്നുപോൽ ജീവിതം പ്രണയം അതിഭാവം തുടരുന്നു ജീവനിൽ പിഴകൾ വന്നുപോയ ഇടറുന്നു പ്രാണനിൽ ഇഴകൾ വേർപെടാതെ തുടരേണം ജീവിതം ഹൃദയങ്ങൾ ഒന്നു ചേർന്ന മക്കൾ ഇങ്ങോട്ട് മാറി. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇപ്പൊ വരാം. ഇവളെന്തിനാ എന്ത് വന്ന് ഈ കുമ്പസാരിക്കാൻ പോകുന്നത്? ഇതിന് മാത്രം എന്ത് പാവാ ഇവള് ചെയ്യുന്നത്? ഇവൾ എന്ന് വന്ന് ഈ കുമ്പസാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ എന്താ ഒരു മാർഗം? മക്കളില്ലാത്തതിൻ്റെ പേര് കുമ്പസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭർത്താവിനെ വഞ്ചിക്കുന്നതിലുള്ള കുറ്റബോധമായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആ ഫാദർ ബെനഡിറ്റിനെ ഒന്ന് ചാക്കിടാൻ എന്താ ഒരു മാർഗം? എന്തിനാ? അവിടെ കുമ്പസാര രഹസ്യം ഒന്നറിയാൻ. അച്ഛൻ രഹസ്യമായിട്ട് രണ്ടെണ്ണം വീഴുന്ന ആളാണ്. ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ? എന്തിന്? അത് ക്ലാരയോട് നേരിട്ട് ചോദിച്ചാ പോരെ? പോരാ, തെളിവ് സഹിതം അവളെ എനിക്ക് പൊക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. തനിക്ക് മറ്റൊരു കാര്യം കേൾക്കണം. ചുരുക്കി പറയണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 10 കഴിഞ്ഞു. മക്കളില്ലാത്ത ഞങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന് ആദ്യം സജസ്റ്റ് ചെയ്തത് അവളാണ്. എന്റെ ഭാര്യ ക്ലാര. മക്കളില്ലാത്തതിന്റെ വിഷമം എപ്പോഴും ആണുങ്ങളൊക്കെ കൂടുതൽ പെണ്ണുങ്ങൾക്കാ. നമ്മൾ ആണുങ്ങൾക്ക് മനസ്സിന്റെ വിഷമം മാറ്റാൻ എത്രയോ വഴികളുണ്ട്. ഈ മദ്യപാനം വരെ അതിന്റെ ഭാഗം. ഏകാന്തത മാറ്റാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ക്ലാര പറഞ്ഞതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ആ നല്ല മനസ്സിന് നന്ദി പറയല്ലേ വേണ്ടത്? എങ്കിലേ ആ നല്ല മനസ്സിന്റെ ഉടമ എന്റെ ഭാര്യ ഇപ്പം പറയുന്നു കുഞ്ഞിനെ ദത്തെടുക്കണ്ടെന്ന്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവരുടെ ഉദ്ദേശം? ദുരുദ്ദേശം തന്നെ. എന്ത് ദുരുദ്ദേശം? എനിക്ക് പറയാനുള്ളത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഏനാന്ന് വെച്ചാ പറ. തന്റെ കുഴപ്പം കണ്ടാണല്ലോ മക്കളുണ്ടാത്തത്. അതല്ലേ സത്യം? അതെ. കുഞ്ഞുങ്ങളുണ്ടാവും ഉറപ്പുള്ളതുകൊണ്ടാണ് ക്ലാര ദത്തെടുക്കൽ നിന്നും പിന്മാറിയത്. പക്ഷെ അവളുടെ ഭർത്താവായി എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അക്കാര്യം അവക്കും അറിയാം. എടോ മണ്ട ശിരോമണി, തന്റെ ഭാര്യക്ക് ഗർഭമുണ്ടാവാൻ താൻ തന്നെ വേണമെന്ന് ആര് പറഞ്ഞോ? കോൺസെപ്റ്റ് ബോൾട്ടേ. പിന്നെ ക്ലാരക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടെങ്കിൽ താൻ സൂക്ഷിക്കണം. ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് കാമുകന്മാരോട് ഒളിച്ചോടി പോകുന്നത് ഇപ്പൊ ഒരു ഫാഷനാ. എടോ മണ്ട ശിരോമണി, തന്റെ ഭാര്യക്ക് ഗർഭമുണ്ടാവാൻ താൻ തന്നെ വേണമെന്ന് ആര് പറഞ്ഞോ? വേറെ ചില സ്ത്രീകളുണ്ട് കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ പോലും മടിക്കാത്തവർ.
നീ എന്നാ പറ്റാൻ? ഡേയ്, നീ ഒന്ന് നിന്നേ. നിന്റെ കെട്ടിയവൻ എങ്ങനെയാടി മരിച്ചേ? ഉറക്കത്തിൽ മരിച്ചു കിടക്കായിരുന്നു. അറ്റാക്ക് ആയിരുന്നു സാറേ. അറ്റാക്ക് ആയിരുന്നു ആര് പറഞ്ഞു? നിന്റെ ഭർത്താവിനെ അറ്റാക്കായിരുന്നു നീ പറയണോ? നീ പറയുന്നത് മറ്റുള്ളവരങ്ങ് വിശ്വസിച്ചു. നീ ആരടി? ഡോക്ടറാ? ഞാൻ പറയുന്നു നിന്റെ ഭർത്താവിന്റെ മരണം കൊലപാതകമായിരുന്നു. ഇറ്റ്സ് എ പ്ലാന്റ് മർഡർ. കർത്താവേ, കൊലപാതകോ? എന്റെ ചോദിച്ചാൽ ആരാ കൊന്നത്? നീയാ കൊന്ന. നിനക്ക് നിന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ നീയും നിന്റെ കാമുകനും ചേർന്ന് അയാളെ ശ്വാസം മുട്ടിച്ച് കൊലകടി. അതല്ലേ സത്യം? നീ നിന്റെ മുതലക്കണ്ണീരൊന്നും ഒഴിപ്പിക്കണ്ട. നിന്റെ ഭർത്താവിന്റെ ബോഡി കുഴിമാടത്തിൽ നിന്ന് കുഴിക്കെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടികളല്ലേ ഞാൻ ചെയ്യും. നിനക്ക് എന്റെ സ്വാധീനം അറിയാവോ? സൂക്ഷിച്ചോ. നീ ഒന്ന് ശരിയല്ല. ഈ പെൺ വർഗമേ ശരിയല്ല. സണ്ണി ലിയോൺ പേര് മാറിപ്പോയോ? സണ്ണിച്ചാൻ ഇന്നലെ മേരിയെ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ പറ്റി? അവള് ഭർത്താവിനെ കൊന്നെന്നോ ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നോ അങ്ങനെ വല്ലതും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. ഈയിടെയായിട്ട് തമാശ കുറച്ച് കൂടുന്നുണ്ടേ. വെള്ളം അടിയും. ആ പാവം അവൾ അടുക്കളപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. എന്റെ മേരി, നീ ഇങ്ങനെ കരയാതെ. നീ പോയ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? അതെ, സണ്ണിത്താറ് ചുമ്മാ തമാശ പറഞ്ഞായിരിക്കും. ഇതാണ് തമാശ. ഞാനും എന്റെ കെട്ടിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ഞാൻ എന്റെ ചോദിച്ചാനെ കൊന്നെന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതെ, സാറ് വന്നെ, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്താ മേരി, എന്ത് പറ്റി? ഞാൻ പോവാ സാറേ. എവിടേക്ക്? സാറല്ലേ പറഞ്ഞേ എന്റെ കെട്ടിയനെ കൊന്നത് ഞാനാന്നും വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി എന്നെ ജയിലിലാക്കുന്നൊക്കെ. എടി മേരി, നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോടി. എടി, ഞാനൊരു കഥ എഴുതുന്നുണ്ട്. അത് ഞാൻ സിനിമയാക്കാൻ പോവുകയാണ്. അതിലെ ഒരു സീൻ ഞാൻ നിന്നോട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇത് വർക്കാവോന്നറിയാൻ. നീ ശരിക്കും പേടിച്ചു പോയോ? പേടിച്ചോന്നോ? ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് ഓടിപ്പോണോന്ന് വിചാരിച്ചതാ. നടന്നോന്ന് നീ ആരോടും പറയണ്ട കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ ശമ്പളം ഞാൻ 1000 രൂപ കൂട്ടിയിരിക്കും. ശരിക്കും? അതേടി. പിന്നെ സാറേ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നാടി? സാറ് സിനിമ പിടിക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ, എന്നെ കൂടെ അഭിനയിപ്പിക്കോ?